ബോബി ചെമ്മണ്ണൂർ സൂപ്പർ കോടതി ചമയേണ്ട എന്ന് കോടതി പറയുമ്പോൾ അതിനു മുകളിലേക്കൊന്നും ബോബിക്ക് പറയാനില്ല. അത് കോടതി കാണിച്ചു തരാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ ധിക്കാരം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ കാട്ടിയത്. അത് വ്യക്തമായി തന്നെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കാൻ തങ്ങൾക്ക് അറിയാമെന്ന് കോടതി പറഞ്ഞത്. പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ നടത്താൻ കോടതിക്ക് അറിയാമെന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകിയത്. ജാമ്യം ലഭിച്ചിട്ടും ബോബി എന്തിന് ജയിലിൽ തുടർന്നുവെന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അറിയിക്കണമെന്ന് കോടതി പ്രതിഭാഗം അഭിഭാഷകനോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് രാമൻപിള്ള ബോബിക്ക് ജാമ്യം നേടിക്കൊടുത്തത്. അഭിഭാഷകനെ പോലും അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കഴിഞ്ഞ് ബോബി ചെമ്മണ്ണൂർ പെരുമാറിയത്. പിന്നീട് ജയിലിൽ തുടർന്നു. അതേസമയം തടവുകാർക്ക് വേണ്ടിയാണ് താൻ ജയിലിൽ തുടർന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ തടവുകാർക്ക് വേണ്ടി വാദിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് എന്നാണ് കോടതി കർശനമായി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ ഈ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ബോബിയുടെ ജാമ്യം റദ്ദാക്കുന്ന സ്ഥിതി ഉണ്ടായതോടെയാണ് ഇന്ന് രാവിലെ 9:50 ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിയിട്ടില്ലെന്നും അതിനാലാണ് മോചനം വൈകുന്നതെന്നായിരുന്നു ജയിൽ അധികൃതർ വിശദീകരിച്ചത്. മാത്രമല്ല, അഭിഭാഷകർ പറഞ്ഞത് ജാമ്യ ഉത്തരവ് നൽകാനാവാത്തത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്നാണ്. പക്ഷേ ഇതെല്ലാം മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ബോബി ഇറങ്ങിക്കളിച്ചത് എന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഇന്നലെ ബോബിയെ സ്വീകരിക്കാൻ സ്ത്രീകളടക്കമുള്ളവർ ജയിലിന് മുന്നിലെത്തിയിരുന്നു. ഇവരുടെ ചില പരാമർശങ്ങളും ചർച്ചയായി മാറി. ജാമ്യം ലഭിച്ചിട്ടും ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ ഇല്ലാത്തതിനാൽ ജയിലിൽ കഴിയുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാത്തതെന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർക്കും നിരാശയായി. ബുധനാഴ്ച രാവിലെ ബോബിയുടെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അസാധാരണ നീക്കം ഉണ്ടാവുകയായിരുന്നു. വളരെ രൂക്ഷമായി തന്നെയാണ് ബോബിയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ മണ്ഡല മകരവിളക്ക് ആയതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം കിട്ടിയാലും പുറത്തിറങ്ങിയാലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകില്ല എന്ന് മുതലാളിയായ ബോബിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നത്തേക്ക് മാറ്റിയത്. മാധ്യമ ശ്രദ്ധ കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ഗൗരവത്തിലേക്ക് പോകാതെ വീണ്ടും ജയിലിൽ തുടരാതെ ബോബി ചെമ്മണ്ണൂർ ഇന്ന് 9:50 തന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഈ മാസം 8-നായിരുന്നു ബോബി ചെമ്മണ്ണൂർ വയനാട്ടിൽ നിന്ന് അറസ്റ്റിലാകുന്നത്. അന്ന് വൈകിട്ട് കൊച്ചിയിലെത്തിച്ച ബോബി ചെമ്മണ്ണൂരിനെ പിറ്റേന്ന് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അന്നു മുതൽ ബോബി കാക്കനാട് ജില്ലാ ജയിലിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കുന്നത് ഇന്നലത്തേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് ജാമ്യം അനുവദിക്കുകയായിരുന്നു.